കോട്ടയം ജില്ലാ ട്രഷറർ ശ്രീ വിനോദ് MS-ന്റെയും ശ്രീമതി ഗീതാദേവിയുടെയും രണ്ടാമത്തെ മകളാണ് കുമാരി വിദ്യാ വിനോദ്. രംഗപൂജ ആരംഭിക്കും.
विनाशक पाद नमस्ते नमस्ते पाद नमस्ते
പൂജയാൽ ഇന്നത്തെ വേദി ധന്യമാക്കിയ കുമാരി വിദ്യാവിനോദ് അദ്വൈത് 2017 പ്രാരംഭ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. 2017 പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി അതിന്റെ പ്രാരംഭ ചടങ്ങുകളിലേക്ക് ആദ്യമായി HEF സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മേലയത്ത് രാധാകൃഷ്ണൻ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മുഖ്യ പ്രഭാഷകനായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശാസ്ത്രീയ രംഗത്തും ആത്മാത്മിക രംഗത്തും ലോകമെമ്പാടും ദിശാബോധം സൃഷ്ടിക്കുന്നതിനായി സ്വജീവിതം ഉദാഹരണമാക്കിയ ശാസ്ത്രീയ ലോകവും ആധ്യാത്മിക ലോകവും സാമൂഹ്യ ലോകവും ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സയന്റിസ്റ്റ് ശ്രീ N ഗോപാലകൃഷ്ണൻ അവരുകളാണ്. അങ്ങേയറ്റം ആദരവോടെയും ബഹുമാനത്തോടെയും അദ്വൈത് 2017 മുഖ്യ പ്രഭാഷണത്തിനായും അനുഗ്രഹ പ്രഭാഷണത്തിനായും അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് സഭാ നടപടികൾക്ക് തുടക്കം കുറിക്കാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ HEF കുടുംബാംഗങ്ങളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം ഒന്ന് മൗനമായി പ്രാർത്ഥിക്കാം.
സ്വാഗത പ്രസംഗത്തിനായി 2016 സെക്രട്ടറി ശ്രീ ശ്യാം അവരെ ക്ഷണിച്ചുകൊള്ളു. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മേലേത്ത് രാധാകൃഷ്ണൻ അവറുകൾ, ആരാധ്യനായ മുഖ്യ അതിഥി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ അവറുകൾ, കേരളത്തിലെ വിവിധ ചാപ്റ്ററുകളിൽ നിന്നും അദ്വൈത് 2017 എത്തിച്ചേർന്ന ഗുരുക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. അദ്വൈത് 2017 പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് അധ്യക്ഷൻ ശ്രീ മേലേത്ത് രാധാകൃഷ്ണൻ അവരെ സാദരം സ്വാഗതം ചെയ്യുന്നു. അദ്വൈത് 2017 പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തുടങ്ങുവാനും സംഘടനയെ ഹൈന്ദവ ആശയങ്ങളോട് സമന്വയിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ആശ്രയിക്കാവുന്നത് നമ്മുടെ ഗുരുക്കന്മാരെയാണ്. അത്തരം ഗുരു പരമ്പരകളിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയെയാണ് നമുക്കിന്ന് മുഖ്യ അതിഥിയായും മുഖ്യ പ്രഭാഷകനായും ലഭിച്ചിരിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ സാറിനെ ഏറ്റവും ആദരവോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മുടെ സംഘടനയുടെ കരുത്ത് എന്നും ആത്മാർത്ഥതയുള്ള പ്രവർത്തകരാണ്. എല്ലാവരെയും സസ്നേഹം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും സഹായവും ചെയ്യുന്ന പത്രമാധ്യമ സുഹൃത്തുക്കളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അദ്വൈത് 2017 ധന്യമാക്കുവാൻ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മേലേത്ത് രാധാകൃഷ്ണനെ ക്ഷണിച്ചു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആരാധ്യനായ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുന്ന നമ്മുടെ രാജേട്ടൻ, ഇന്നത്തെ ഈ അദ്വൈത് 2017 ഏറ്റവും ധന്യമാക്കി നമ്മളെ അനുഗ്രഹിക്കുന്നതിനിവിടെ വന്നിട്ടുള്ള ആരാധ്യനായ ഗുരുതുല്യനായ ഗോപാലകൃഷ്ണൻ സാർ അവർ, ചാപ്റ്ററുകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മറ്റ് മെമ്പേഴ്സുമാർ, ഹിന്ദു എക്കണോമിക് ഫോറത്തിൻ്റെ ശക്തി വളർച്ചയ്ക്കൊപ്പം ഇന്ന് നമ്മുടെ കൈത്താങ്ങായി നിന്നിട്ടുള്ള നമ്മളുടെ പ്രവർത്തകർ, ഹിന്ദു എക്കണോമിക് ഫോറത്തെ ഏത് ലക്ഷ്യത്തിലെത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള പ്രിയ അംഗങ്ങളെ, ഇന്നത്തെ ഈ വാർഷികാഘോഷം നമ്മൾക്ക് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. ഗോപാലകൃഷ്ണൻ സാറിൻ്റെ നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും നമുക്ക് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. അപ്പോൾ ഒരു വലിയ അധ്യക്ഷ പ്രസംഗത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഞാൻ മുതിരുന്നില്ല. അദ്ദേഹത്തെ ആദരപൂർവം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമ്മൾക്ക് അനുഗ്രഹീതമാകട്ടെ, നമ്മൾക്ക് മാർഗനിർദ്ദേശമാകട്ടെ. ഹിന്ദുക്കളുടെ മനസ്സിൽ ഇന്ന് അവിടെയും ഇവിടെയും നിൽക്കുന്ന ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ മാറ്റി നമ്മൾക്കൊരു ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടി അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുഖ്യ പ്രഭാഷണത്തിനായി ഗോപാലകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരമായി സംപൂജ്യരായ
വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികൾക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾക്കും അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാനൊരു ബിസിനസ്സുകാരനല്ല. ഇനി അഥവാ ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ എറണാകുളത്തെ MG റോഡിലെ ദ്വാരക ഹോട്ടലിൽ അനവധി വർഷത്തെ സപ്ലയർ ആയിരുന്നു എന്നൊരു ബന്ധമുണ്ട്. അതുകൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് തുടങ്ങിയിട്ട് കുറേ പബ്ലിക്കേഷൻസും അതെല്ലാം ജനങ്ങളിൽ എത്തിക്കാനുള്ള മിഷൻ ഓറിയൻറ്റഡ് ബിസിനസ് ഓറിയൻറ്റഡ് മിഷൻ, അങ്ങനെ ഒരു യജ്ഞവും 17 വർഷമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ എനിക്ക് യോഗ്യതയായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറയാനുള്ളൂ. എങ്കിലും അസാധാരണ ബഹുമാനത്തോടുകൂടി, അസാധാരണമായ സ്നേഹത്തോടുകൂടി എന്നെ ഈ ഒരു യജ്ഞത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് എനിക്ക് എത്ര സമയമുണ്ടെന്നാണ്. എത്ര സമയം വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുന്ന വാക്കുകൾ ഞാൻ പറയില്ല. കഴിയുന്നത് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാം. 3 പേര് കോട്ടുവായ വിട്ടാൽ നേരത്തെ അവസാനിപ്പിക്കും, 2 പേര് വാച്ച് നോക്കിയാലും നേരത്തെ അവസാനിപ്പിക്കും. ഒന്ന് ഓർമ്മിക്കാനുള്ളത്, 1932 ആദ്യത്തെ പ്ലാസ്റ്റിക് സർജൻസ് സെമിനാർ പാരീസിൽ നടന്നപ്പോൾ അതിലെ പ്രയർ പാരീസിൽ നടന്നപ്പോൾ സുശ്രുത മഹർഷിയുടെ ശല്യ ചികിത്സയിലെ പ്ലാസ്റ്റിക് സർജറിയുടെ 2 പാരഗ്രാഫ് വായിച്ചിട്ടാണ് പ്ലാസ്റ്റിക് സർജൻസ് കോൺഫറൻസ്, ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് 1932 ആരംഭിച്ചത്. ഇനിയുള്ള സെമിനാറുകളിൽ ഈ ഒരു പ്രസിഡൻസ് അവിടെ ഉണ്ടായിരുന്നത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലെ കുറച്ച് വരികൾ വായിച്ചിട്ട് തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2, ഈ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം IAS-കാരുടെ ഭാഗമല്ല, PAS-കാരുടെ ഭാഗമാണ്. പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം ഒരു പേപ്പറാണ്. ഇപ്പോഴും പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഇതൊരു പേപ്പറാണ്. അടുത്തൊരു വരി, ഭാരതത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടാണ് നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങൾ എഴുതിയത്. അതിൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രവും അതുപോലെ തന്നെ പാണിനിയുടെ അഷ്ടാധ്യായിയും ചാണക്യൻ്റെ അർത്ഥശാസ്ത്രവും ഒരു വാക്കുപോലും അതിൽ നിന്ന് മാറ്റാനായിട്ടില്ലാത്ത 3 ഗ്രന്ഥങ്ങളാണ്. നാട്യശാസ്ത്രത്തിൽ നിന്ന് ഒരു വാക്ക് മാറ്റിയാൽ ആ പുസ്തകം തന്നെ ഇറലവൻ്റ് ആകും, ആ ഭാഗം. അതുപോലെ പാണിനിയുടെ 8 അധ്യായങ്ങളുള്ള അഷ്ടാധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥം, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം ചന്ദ്രഗുപ്ത മൗര്യനെ വിക്രമാദിത്യനാക്കിയ ഗ്രന്ഥമാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ വിക്രമാദിത്യനാക്കി മാറ്റിയ അത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഗ്രന്ഥമാണ് അത്. ചാണക്യനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഈ അർത്ഥശാസ്ത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വന്നു. സന്ധ്യ കഴിഞ്ഞ് ഏതാണ്ട് ഇരുട്ടത്ത് എണ്ണവിളക്ക് കത്തിച്ചു വെച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കയറി വന്ന വ്യക്തിയോട് ആദ്യം ചോദിച്ചത്, അങ്ങ് ഈ രാഷ്ട്രത്തെ ബന്ധിപ്പിക്കുന്ന കാര്യം പറയാനാണോ വന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ല,
എൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട കാര്യം പറയാനാണോ വന്നത്? അല്ല. അങ്ങയുടെ ഔദ്യോഗിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട കാര്യം പറയാനാണോ വന്നത്? അല്ല. വ്യക്തിപരമായിട്ടൊരു കാര്യം പറയാനാണ് എന്ന് വന്ന ആള് പറഞ്ഞപ്പോൾ ചാണക്യൻ മുമ്പിൽ കത്തിച്ചു വെച്ച വിളക്ക് ഊതിക്കെളുത്തി വേറൊരു വിളക്ക് കത്തിച്ച് ഇനി പറഞ്ഞോളാൻ പറഞ്ഞു. വന്ന ആൾക്ക് അത്ഭുതമായി. എന്തിനാ മറ്റേ വിളക്ക് ഊതിക്കെടുത്തി വേറൊരു വിളക്ക് കത്തിച്ചത്? അതിന് ചാണക്യൻ കൊടുത്ത ഉത്തരം, ആ ഊതിക്കെടുത്തിയ വിളക്കിലെ എണ്ണ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്നതാണ്. അത് രാഷ്ട്രത്തിനോ എൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്വത്തിനോ നിങ്ങളുടെ ഔദ്യോഗിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ പറയാൻ ആ വിളക്ക് കത്തിക്കുന്നത് ഗവൺമെന്റ് മണിയാണ്. മറ്റേത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച എണ്ണയാണ്. അങ്ങ് വ്യക്തിപരമായ കാര്യം പറയാൻ വന്ന സ്ഥിതിക്ക് ആ വിളക്ക് കത്തിച്ചു. ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും ഓരോ വീക്ഷണത്തിലും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ പവിത്രതയുണ്ടാകണം. ഡൂയിങ് സംതിങ് ഫോർ സംബഡി ബൈ ദി അപ്രോച്ച് സംഭവ അല്ല. അങ്ങനെ ഒരു അപ്രോച്ച് അല്ല. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ 7 ചോദ്യങ്ങൾ. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഉത്തരം കിട്ടിയിട്ടേ ഇറങ്ങാവൂ. വൈ ഷുഡ് ഐ ഡു ദാറ്റ്? What should I do that? When should I do? Where should I do? Who am I to do that? For whom I should do? How should I do? 7 ചോദ്യങ്ങളിൽ 6 W-ൽ ആരംഭിക്കുന്നു, ഒരെണ്ണം H-ൽ ആരംഭിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഒരിക്കൽ പറയുകയുണ്ടായി, 1 hour you think, 23 hours will be useful for you in a day. 1 hour you think, then only start. The remaining 23 hours will be useful for you. Mark Twain എല്ലാവരോടും പറഞ്ഞു, ഞാൻ അമർനാഥിൽ പോയപ്പോൾ അമർനാഥിലെ ഗുഹ ദൂരെ നിന്ന് കാണാം. 10 മീറ്റർ കനമുള്ള ഐസിലൂടെ നടക്കണം. എൻ്റെ കൂട്ടത്തിലുള്ള 40-ൽ 39 തളർന്നു. ഐസില് ലഭ്യമായ പേപ്പർ ഉപയോഗിച്ച് അവർ കിടക്കുകയായിരുന്നു. ഏതോ എനർജി എടുത്ത് അമർനാഥ് ഗുഹയുടെ അടുത്ത് പോയി തൊഴുതിട്ട് വന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, മാർക്ക് ട്വൈൻ പറഞ്ഞത്, From now, after 20 years, if you look back, from now, after 20 years, if you look back, you will be more disappointed on what you have not done than what wrong you have done. From now, after 20 years, if you look back, പുറകോട്ട് തിരിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും എന്തെല്ലാം ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരിക. ചെയ്തതിൽ എവിടെയെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ദുഃഖത്തെക്കാൾ വലിയ ദുഃഖമായിരിക്കും അവസരങ്ങൾ ഉണ്ടായിട്ടും ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ള ഹിന്ദു എക്കണോമിക്സ് ഫോറത്തിലെ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഓരോ നിമിഷവും ട്രൈ ടു മാർച്ച് ഫോർവേഡ്. അതിൽ ദുഃഖം ഉണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നല്ല വെയിലുണ്ടെങ്കിലേ തണലിന് സുഖമുള്ളൂ. നല്ല ദാഹമുണ്ടെങ്കിലേ വെള്ളത്തിന് മധുരമുള്ളൂ. നല്ല വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണത്തിന് സ്വാദുള്ളൂ. അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു വരി പറയുന്നു, 2G അഴിമതി, 3G അഴിമതി, ആദർശ് ഫ്ലാറ്റ് അഴിമതി,
കൽക്കരി കുംഭകോണം, ശവപ്പെട്ടി അഴിമതി, ഹെലികോപ്റ്റർ അഴിമതി, ബോഫേഴ്സ് അഴിമതി, അതാണ് ഒരു ചായക്കടക്കാരനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയത്. അതാണ് നമ്മുടെ നെഗറ്റീവുകളെ കുറിച്ച് സംസാരിക്കുന്ന കുറെ പേരുണ്ടാവും, നെഗറ്റീവുകൾ പരിഹരിക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ടാവും, നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കി മാറ്റുന്ന മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടാവും. ആ മൂന്നാമത്തെ വിഭാഗത്തിൽ പെടാൻ ഭാരതമാതാവും ജഗദീശ്വരനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോ നെഗറ്റീവിനെയും പോസിറ്റീവാക്കി മാറ്റാം. ജീവിതത്തിൽ എത്ര കാലം ജീവിക്കുന്നു, ഹൗ ലോങ് യു ലിവ്, അതല്ല ഇമ്പോർട്ടൻ്റ്. ജീവിക്കുന്നിടത്തോളം ഹൗ യു ലിവ്, ഹൗ ലോങ് യു ആർ ഡൂയിങ് ബിസിനസ്, അതിൻ്റെ തുല്യ പ്രാധാന്യം, അതിനേക്കാൾ പ്രാധാന്യം ഹൗ യു ആർ ഡൂയിങ് ബിസിനസ് എന്നുള്ളതാണ്. ഇനി ഞാൻ ഇതേപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ, ഇത് കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിയുമ്പോൾ ഗോപാലകൃഷ്ണൻ എന്തെല്ലാമാണ് പറഞ്ഞത് എന്ന് ചിലപ്പോൾ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരാം. അതുകൊണ്ടൊരു ഷീറ്റ് പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്, അതിലൂടെ ഒന്ന് കടന്നു പോകാം. കിട്ടാത്തവർ കൈ ഉയർത്തിയാൽ അവിടുന്ന് തരും. അങ്ങനെ ഒരു ഷീറ്റ് തരാൻ കാരണം, ഈ ക്ലാസ് കഴിഞ്ഞാലും ഇന്ന് നിങ്ങൾ തിരിച്ച് യാത്ര ചെയ്യുമ്പോഴോ വീട്ടിലെത്തിയതിന് ശേഷമോ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ പ്രയോജനപ്പെടും. 52 പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. പുറകിൽ സ്പേസ് ഉള്ളത് കൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ സന്ദേശം അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് കുറച്ച് കാര്യങ്ങൾ. അതില് ഒന്നാമത്തെ പോയിന്റ്, ഈ ലോകത്തിൽ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുണ്ട്. അതിൽ ഒരു ജന്തുവാണ് ഹ്യൂമൻ ബീയിങ്സ്. 1.2 മില്യൺ ടൈപ്പ് ഓഫ് ആനിമൽസിൽ 1 അനിമൽ ഹ്യൂമൻ ബീയിങ്. എൻ്റെ മുമ്പിലുള്ളവർ ഓർമ്മിക്കണം, ഓൺലി ഹ്യൂമൻ ബീയിങ് ക്യാൻ കണക്ട് ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും തമ്മിൽ കണക്ട് ചെയ്യാൻ മനുഷ്യൻ എന്ന ജന്തുവിന് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാണത്തിൽ ഭൂതകാലത്തിൽ നിന്ന് ആവേശവും നന്മകളും പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും പാഠങ്ങളും പഠിച്ച് വർത്തമാനകാലത്തിൽ പ്രവർത്തിച്ച് ഭാവിയിലേക്ക് പോകാൻ സാധിക്കട്ടെ. പർപ്പസ്, രണ്ടാമത്തെ പോയിന്റ്, പർപ്പസ് ഓഫ് അവർ ലൈഫ് ആൻഡ് പ്രയർ. BC 8275 ഭാരതീയ സംസ്കാരം ഇതേപോലെ